ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കുടുംബം ഇതിനു മുൻപ് 4ഓളം പ്രാവശ്യം എൻ്റെ ധ്യാനങ്ങളിൽ കൂടിയിട്ടുണ്ട്. അതുകൂടാതെ ചിറ്റടിയിൽ ഏകദിന കൺവെൻഷന് പലതവണ വന്നിട്ടുണ്ട്. ഇവർക്ക് 7 വർഷക്കാലമായിട്ട് മക്കളില്ലായിരുന്നു. കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞിനെയായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു വലിയ സാക്ഷ്യം, കുഞ്ഞിനെ കിട്ടിയത് ഒരു സാക്ഷ്യം. അതുകൂടാതെ എൻ്റെ വാഗ്ദത്ത വചനങ്ങളെന്ന ആ വചനത്തിൻ്റെ പുസ്തകം ഇവരെ ഒത്തിരി സ്വാധീനിച്ചു. ഇവർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് ജോസ് സാറ്, സിൻഡിൽ കോളേജ് അധ്യാപികയാണ്. ഇവരുടെ ജീവിതത്തിൽ ആ പുസ്തകത്തിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളും ഈ കുഞ്ഞിനെ കിട്ടിയതും ആ വചനത്തിലൂടെ ദൈവം ഇവരെ നടത്തിയ കാര്യങ്ങൾ അത് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ജോസ് ഇമ്മാനുവൽ, ഭാര്യയുടെ പേര് സിൻഡിൽ ജോസ്, മോളുടെ പേര് എൽഡ മരിയ ജോസ്. ഞാൻ ഇടുക്കി കട്ടപ്പന എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ ലേറ്റ് മാരേജാണ്. ഞങ്ങളൊരു 7 വർഷമായിട്ട് മക്കൾ ഇല്ലായിരുന്നു. അങ്ങനെ സാബു ബ്രദറിൻ്റെ ഈ ഇവിടുത്തെ ധ്യാനത്തെ പറ്റി അറിഞ്ഞ് ഞങ്ങൾ 2 വർഷം അടുപ്പിച്ച് ധ്യാനം കൂടിയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ബൈബിള് വചനം കൃത്യമായിട്ട് ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് ലഭിച്ചു. പ്രാർത്ഥനയിലൊക്കെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം ലഭിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഒരു 2 ധ്യാനത്തിനും എനിക്ക് തോന്നുന്ന സാബു ബ്രദർ ഞങ്ങളുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് മക്കളുണ്ടാവും, അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ 2 പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകൾ പോയി. അപ്പം ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഭാര്യയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞത് സ്വാഭാവികമായിട്ട് കൺസീവ് ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്ന് പറഞ്ഞു. സാബു ബ്രദറിൻ്റെ വാഗ്ദത്ത വചനം 1 വർഷം എടുത്തു വെച്ച് ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചു. ആ വർഷം കൺസീവായി. അതുപോലെ തന്നെ ആദ്യത്തെ മിസ്കാരേജ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വിശ്വാസമായി, ദൈവം മക്കളെ തരും. 2ാമത്തെ വർഷം ബ്രദറിൻ്റെ ധ്യാനം കൂടി. അതിനുശേഷം നന്നായിട്ട് ഒരുങ്ങി ഈ വചനം തുടർച്ചയായിട്ട് ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ആ വർഷം ഭാര്യ വീണ്ടും ക്യാരിങ് ആയി. ഞങ്ങൾക്ക് ക്യാരിങ് ആയ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ കൃത്യമായിട്ട് സിസേറിയനിലൂടെ ഞങ്ങൾക്ക് മോളെ തന്നു. ദൈവത്തിന് നന്ദി. ഒരു ചെറിയ അനുഭവമാണ് ചിലപ്പം നിങ്ങളെ കേൾവിക്കാരെ സംബന്ധിച്ച്, പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു അനുഭവമാണ്. കഴിഞ്ഞ വർഷം ഞാനൊരു 10 വർഷമായിട്ട് ഈ ഹയർ സെക്കൻഡറി മേഖലയിൽ ശാസ്ത്രമേളയിൽ കുട്ടികൾക്ക് വർക്കിംഗ് മോഡൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ എല്ലാ വർഷവും കുട്ടികളെ സ്റ്റേറ്റിൽ കൊണ്ടുപോകാറുണ്ട്. കഴിഞ്ഞ വർഷം എനിക്കും ഒന്ന് മത്സരിക്കണമെന്ന് ചെറിയൊരു ആഗ്രഹം തോന്നി. ഞങ്ങൾക്ക് അധ്യാപകർക്കൊരു മത്സരമുണ്ട്, ടീച്ചിങ് എയ്ഡ്. അങ്ങനെ സബ് ജില്ലയിൽ ഞാൻ മത്സരിച്ചു, ഫസ്റ്റ് കിട്ടി. അതിനകത്ത് വലിയ കാര്യമായ മത്സരം ഉണ്ടായില്ല. ജില്ലാതലത്തിൽ മത്സരിച്ചു. എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ഒരു കാർഡ്ബോർഡ് പെട്ടിയുമായിട്ട്, എൻ്റെ ആ ടീച്ചിങ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു കാർഡ്ബോർഡ് പെട്ടിയുമായിട്ട് അതിനകത്ത് കുറച്ച് നിർമ്മിതികളാണ്. എന്തായാലും കുട്ടികൾക്ക് ഞാൻ ഒരുക്കിയ 4 കുട്ടികളുണ്ടായിരുന്നു. ആ 4 കുട്ടികൾക്കും സ്റ്റേറ്റിൽ പോകാനുള്ള എൻട്രി കിട്ടണമെന്നായിരുന്നു പ്രാർത്ഥന. ഏതായാലും ജില്ലയിൽ നന്നായിട്ട് ഈ വാഗ്ദത്ത വചനത്തിൻ്റെ ഭാഗത്തുള്ള വചനം എടുത്ത് വിജയം നൽകുന്ന കർത്താവ് വചനം എടുത്ത് വെച്ച് നല്ലപോലെ എനിക്ക് ബൈക്കാട്ടായിട്ട് അറിയാം. ഞാൻ ആ സമയത്ത് ചെല്ലുമായിരുന്നു. ഞാൻ ഒരുക്കിയ 4 കുട്ടികൾക്കും സ്റ്റേറ്റിലോട്ട് എൻട്രി കിട്ടി, എനിക്കും സ്റ്റേറ്റിലോട്ട് എൻട്രി കിട്ടി. അങ്ങനെ സ്റ്റേറ്റിൽ മത്സരം നടക്കുക. സ്റ്റേറ്റ് തിരുവനന്തപുരത്ത് വെച്ച് മത്സരം നടക്കുമ്പോൾ ഞങ്ങളിവിടുന്ന് ഒരു പിക്കപ്പ് നിറച്ച് സാധനങ്ങളായിട്ട് പോവും. ഒരു കാറയിൽ ഞങ്ങൾ കുട്ടികളും ഒരു കുട്ടികളുടെ പേരൻറ്റും ഉണ്ട്. ഞങ്ങൾ കാറയിലും പോവും. ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് ഒരു 10 മണിക്ക് ചെന്നാലേ ഇതിൻ്റെ വർക്കിംഗ് മോഡലിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി നേരം വിളിക്കുമ്പോഴത്തേനും ആവുകയുള്ളൂ. ഞങ്ങളുടെ വണ്ടി മോട്ടർ കേടായി. അങ്ങനെ ഞങ്ങൾ എത്തുന്നത് 5:30ക്കാണ് തിരുവനന്തപുരത്ത്. 5:30ക്ക് ഞാനിതിൻ്റെ പണി തുടങ്ങി. കുട്ടികളുടെ ആ മോഡലുകൾ ഒരു തരത്തിൽ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ 8:30 സമയം. 8:45 നമ്മൾ ഹോളിൽ നിന്ന് ഇറക്കി വിടും. അപ്പോൾ എൻ്റേതുണ്ടാക്കണം. ഞാനപ്പോൾ കൂടെ വന്ന ഒരു അധ്യാപകൻ തന്നെയാണ് പേരൻ്റ്. പുള്ളിയോട് പറഞ്ഞു, എൻ്റെ മത്സരം നടക്കുന്ന സ്ഥലം ഒന്ന് കണ്ടുപിടിച്ച് വെക്കണം.
ഏതായാലും ആ സാറ് പോയി കണ്ടുപിടിച്ച് വെച്ചു. ഞാൻ 8:45 9 മണിയായപ്പോൾ ഓടിച്ചെന്ന കോട്ടൺ ഹിൽ സ്കൂളിലെ ഒരു ബാത്റൂമിൽ കയറി ഒന്ന് കുളിച്ച് എൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോൾ അധ്യാപകരെല്ലാം തന്നെ അവരുടെ സാധനങ്ങൾ വളരെ പ്രൊഫഷണലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ എന്നാ ചെയ്യണമെന്നറിയത്തില്ല, എന്തായാലും മത്സരിച്ചേക്കാം എന്ന് വിചാരിച്ച് ഉണ്ടാക്കി. പെട്ടെന്ന് അവിടെ തന്നെ കൂടി. ജഡ്ജ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. ആദ്യത്തെ ജഡ്ജ്മെൻ്റ് എൻ്റെ ആയിരുന്നു. അപ്പം കോളി വന്നപ്പോൾ ഞാൻ അടുത്ത് നിന്ന ഒരു പാർട്ടിസിപ്പൻ്റ് ഒരു സാറുണ്ട്, പുള്ളിയോട് പറഞ്ഞു, സാറേ ആദ്യം നമ്മുടേത് ജഡ്ജ് ചെയ്യുവാണെങ്കിൽ എനിക്കിതൊന്ന് എടുത്തുകൊണ്ട് പൊക്കോളായിരുന്നു, കാരണം ഞാൻ അത്ര പ്രിപ്പയർഡല്ല. ഏതായാലും പുള്ളി സമ്മതിച്ചില്ല. പുള്ളി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, അത് ആ ഓർഡറിൽ വന്നാൽ മതി. ഞാൻ അത്രയും നേരം പോസ്റ്റായി നിന്നു. ഏറ്റവും അവസാനം എൻ്റെ റൂമിൽ 6 പേരുണ്ടായിരുന്നു. 6 പേരുടെയും കഴിഞ്ഞ് സെക്കൻഡ് ലാസ്റ്റായിട്ട് എൻ്റെ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞു. എല്ലാവരും പോയി. ഞാൻ എൻ്റെ സാധനം അവിടെ ഉപേക്ഷിച്ചിട്ടും പോന്നു. എന്നിട്ട് ഞാൻ വേറെ റൂമിൽ പോയി ബെഞ്ചേ കിടന്നുകൊണ്ട് ഈ വാഗ്ദത്ത വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ അപമാനിക്കപ്പെടാൻ ഇടയാകരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഉറങ്ങിപ്പോയി. ഇതിനിടയ്ക്ക് എപ്പോഴും ഉറങ്ങിപ്പോയി. ഒരു 2:30 ആയപ്പോൾ ഒരു ടീച്ചർ എന്നെ വിളിച്ചു. അവിടെ മത്സരിക്കാമെന്നാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിനാണ് സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഈ വചനം എനിക്കും ഉണ്ട് ഒരെണ്ണം സ്വന്തമായിട്ട് പുസ്തകം, ഭാര്യയ്ക്കും ഉണ്ട് സ്വന്തമായിട്ടൊരു പുസ്തകം. ബ്രദറിൻ്റെ കൃത്യമായ ആ ധ്യാനം കൂടിയോണ്ടാണ് ഈ വചനം ഇത്രയും നന്നായിട്ട് ഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കുന്നത്. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. ഈ പുസ്തകത്തിൽ വാഗ്ദത്ത വചനങ്ങൾ 120ഓളം വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള വചനങ്ങളാണ്. ഇതിൻ്റെ 27ാമത്തെ അധ്യായമാണ് സന്താനലബ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇതൊക്കെ ഒത്തിരി ചൊല്ലി കാണും അല്ലേ? സന്താനം, മക്കളെ കിട്ടാനുള്ള പ്രാർത്ഥനയാണ്, വചനമാണ്. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് മക്കളെ കിട്ടും. അതിൻ്റെ അടുത്ത അധ്യായം ആൺമക്കളെ കിട്ടുവാനുള്ള വചനം. പെൺമക്കൾ മാത്രമുള്ളവർ ആ വചനം പ്രാർത്ഥിച്ചാൽ ആൺമക്കളെ ഉറപ്പായിട്ട് തരും. വിദേശയാത്ര, ജോലി തടസ്സം മാറുക, സാമ്പത്തിക ഉയർച്ച, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിവ് കിട്ടുക, ജ്ഞാനം കിട്ടുക, എല്ലാറ്റിനും ദൈവ വചനമുണ്ട്. ഇന്ന് രാവിലെ എന്നോട് ഇവർ ഷെയർ ചെയ്തത് ഈ പുസ്തകത്തിലെ അനേക വചനങ്ങൾ ഇവർക്ക് മനപ്പാടമാണ്. എല്ലാ ദിവസവും 2 വലിയ പുസ്തകമുണ്ട്, വചനം വായിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ദൈവവചനത്തിന് അത്ഭുത ശക്തിയുണ്ട്. വചനമാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ.